സുഹൃത്തുക്കളെ, ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ലൈംഗിക കേളികളെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ട് 1 മാസത്തിലധികമായി. ഇത്ര ദീർഘകാലം ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? മലയാളിയുടെ ഉയർന്ന ധാർമ്മിക ബോധം ആണോ ഇതിന് കാരണം? അതോ കേരള സമൂഹത്തിൻ്റെ കുടിലമായ ധാർമ്മികതയാണോ? ഈ ചോദ്യം പരിശോധിക്കുവാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വീക്ഷിക്കുവാൻ മാധ്യമങ്ങൾ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മേൽ 1 മാസത്തിലധികമായി നിർബന്ധിതമായ പണിമുടക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലൂടെ അവർ റേറ്റിംഗ് വർദ്ധിപ്പിച്ച് ലാഭമുണ്ടാക്കുമ്പോൾ മലയാളികൾക്ക് രസകരമായ ഒരു സദ്യ ആസ്വദിക്കുന്നതിൻ്റെ അനുഭൂതി ആണ് ഉണ്ടാക്കുന്നത്. ഈ വിഷയം ചർച്ച ചെയ്യുന്നവർക്കും വീക്ഷിക്കുവാൻ സമയം ചെലവഴിക്കുന്നവർക്കും പ്രധാനമായും 4 ലക്ഷ്യങ്ങളാണ് ഉള്ളത്. ഈ വിഷയം ചർച്ച ചെയ്യുന്ന മാധ്യമങ്ങളുടെ ലക്ഷ്യം അവരുടെ റേറ്റിംഗ് വർദ്ധിപ്പിച്ച് ലാഭം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതിനുള്ള മത്സരത്തിലാണ് മാധ്യമങ്ങൾ. ഭരണകക്ഷിയെ സംബന്ധിച്ച് പ്രതിപക്ഷത്തെ ആക്രമിക്കുവാനുള്ള ഒരായുധമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ മുഖം രക്ഷിക്കുവാൻ വെപ്രാളപ്പെടേണ്ട ഒരവസ്ഥയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ചർച്ചകൾ വീക്ഷിച്ച് സമയം കളയുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ലൈംഗികമായ ആസ്വാദനം നൽകുന്ന ഒരു സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭൂതി ലഭ്യമാകും. ഇവിടെ സദാചാര ബോധമല്ല ആരുടെയും താല്പര്യം. അത് വളരെ വ്യക്തമാണ്. അതിന് കാരണം പാർട്ടി പ്രവർത്തകർ, പാർട്ടി നേതാക്കന്മാർ അവരുടെ സഹപ്രവർത്തകരെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുന്നത് തെറ്റാണ്, സദാചാര വിരുദ്ധമാണ്. അതിൽ തർക്കമില്ല. എന്നാൽ ഇവിടെ വിസ്മരിക്കുവാൻ പാടില്ലാത്ത മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ലൈംഗിക ആരോപണം വരുന്നതിന് തൊട്ട് മുൻപേ ഉയർന്നു വന്ന ഒരു ആരോപണമാണ് മുണ്ടക്കൈ ദുരിതാശ്വാസത്തിനു വേണ്ടി പിരിച്ച പണം ചെലവഴിച്ചിട്ടില്ല, അതിൻ്റെ കണക്കുകൾ ലഭ്യമല്ല എന്ന ആരോപണം. കേരള സമൂഹത്തിൻ്റെ മുമ്പിൽ ഇത് ഒരു സദാചാര പ്രശ്നം അല്ല എന്ന് വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്. പൊതുജനങ്ങളിൽ നിന്നും ഫണ്ട് ശേഖരിച്ച് സ്വന്തം ആവശ്യത്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് കേരള സമൂഹത്തിൽ സദാചാര ലംഘനമല്ല, അല്ലാതായി തീർന്നിരിക്കുകയാണ്. എന്നു തന്നെയുമല്ല, മുണ്ടക്കൈ ദുരിതാശ്വാസം അതുപോലെയുള്ള ദുരിതാശ്വാസ പ്രവർത്തനത്തിനു വേണ്ടി പിരിക്കുന്ന പണം ചെലവാക്കാതിരിക്കുന്നതും സദാചാര പ്രശ്നമല്ല. വാസ്തവത്തിൽ ഇവിടെ ദുരിതം അനുഭവിക്കുന്നവരുടെ പേരിൽ ഫണ്ട് പിരിച്ച് അത് ചെലവാക്കാതെ സ്വന്തമായി ഉപയോഗിക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകളെ വഞ്ചിക്കുന്ന ഒരു പ്രവർത്തനമാണ്. ലൈംഗിക ബന്ധങ്ങളിലൂടെ 1, 2, 3 ആളുകളെ മാത്രമേ വഞ്ചിക്കുന്നുള്ളൂ എങ്കിൽ ഇവിടെ ലക്ഷക്കണക്കിന് ആളുകളെ, ദശലക്ഷക്കണക്കിന് ആളുകളെ വഞ്ചിക്കുന്ന പ്രവർത്തനമാണ് നടന്നിരിക്കുന്നത്. പക്ഷേ കേരള സമൂഹത്തിൻ്റെ സദാചാര മാനദണ്ഡം അനുസരിച്ച് ഇവിടെ സദാചാര ലംഘനം ഇല്ല. മറിച്ച് പാർട്ടിയിലെ സഹപ്രവർത്തകരുമായിട്ട് ലൈംഗിക ബന്ധം നടത്തുന്നത് ആണ് വലിയ സദാചാര പ്രശ്നം. 2 സദാചാര പ്രശ്നങ്ങളാണ്. പക്ഷേ ഈ ലൈംഗിക ബന്ധത്തിലുള്ള സദാചാര ലംഘനത്തിൻ്റെ 10,000 മടങ്ങ് രൂക്ഷമായ സദാചാര ലംഘനമാണ് ഈ ദുരിതാശ്വാസ ഫണ്ട് സ്വന്തമാക്കുന്നത് എന്ന് മാത്രമല്ല, സ്വാഭാവികമായും ആ ഫണ്ട് കൂടെ ഉപയോഗിച്ചാണ് 5 സ്റ്റാർ ഹോട്ടലുകളിൽ മുറിയെടുത്ത്
ഈ ലൈംഗിക കേളികൾ നടത്തിയിരിക്കുന്നതെന്ന് സ്വാഭാവികമായും വിശ്വസിക്കേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്നിട്ട് പോലും ഈ ഫണ്ട് അട്ടിമറിക്കുന്നത് സദാചാര പ്രശ്നമായി കേരള സമൂഹം കാണുന്നില്ല എന്നുള്ളത് വളരെ ഗൗരവമായ ഒരു പ്രശ്നമാണ്. ഇവിടെ മാങ്കൂട്ടത്തിലിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അടുത്ത സമയത്ത് ഏറ്റവും ഒടുവിലായിട്ട് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതാവ് വലിയ കോടീശ്വരനായ വിഷയത്തെ സംബന്ധിച്ചും ചില ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ അതിനെക്കുറിച്ചും സമൂഹത്തിൽ ചർച്ചയില്ല. അപ്പം നമ്മുടെ സമൂഹത്തിൽ ജനങ്ങളെ വഞ്ചിച്ച് പണം സമാഹരിക്കണമെങ്കിൽ ഭരണം വേണമെന്നില്ല, പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വം വേണമെന്നില്ല. ആ പാർട്ടികളിലെ യുവജന സംഘടനയുടെ ഒരു നേതൃത്വം ഉണ്ടായാൽ പോലും കണക്കില്ലാതെ ജനങ്ങളെ വഞ്ചിച്ച് പണം സമാഹരിക്കാമെന്നുള്ള ഒരു സ്ഥിതിവിശേഷത്തിൽ എത്തിയിരിക്കുകയാണ്. അത് ഒരു സദാചാര പ്രശ്നമായി ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു മാനസിക അവസ്ഥയും സമൂഹത്തിലുണ്ടായിരിക്കുകയാണ്. അതിന് രണ്ട് കാരണങ്ങളാകാൻ കാരണം, ഒന്ന്, ഇത് ഒരു സദാചാര പ്രശ്നം അല്ല എന്ന് വരുത്തി തീർക്കുവാനുള്ള ബോധപൂർവമായ ശ്രമം സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും സാമൂഹ്യ സേവന എന്ന പേരിൽ തട്ടിക്കൂട്ടുന്ന പല സംഘടനകളും, ജീവകാരുണ്യ പ്രവർത്തനത്തിനെന്ന പേരിൽ തട്ടിക്കൂട്ടുന്ന പല സംഘടനകളും, ഏറ്റവും ഒടുവിലായിട്ട് മാധ്യമങ്ങളും ജനങ്ങളിൽ നിന്നും വൻതോതിൽ പണം ശേഖരിക്കുന്ന ഒരു ശൈലി ഇവിടെ ഉണ്ടായിരിക്കുകയാണ്. അതാണ് ഒരു കാരണം. മറ്റൊന്ന്, ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവരുടെ സ്വാധീനം വർദ്ധിച്ചതിൻ്റെ ഫലമായിട്ട് ഇത് ഗുരുതരമായ ഒരു ക്രിമിനൽ കുറ്റമായിട്ട് നിയമവ്യവസ്ഥയിൽ ക്രിമിനൽ കുറ്റമായിട്ടില്ല എന്നാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത്. അടുത്ത കാലത്ത് ലൈംഗിക ചൂഷണത്തെ സംബന്ധിച്ച് ചില നിയമങ്ങൾ വന്നപ്പോഴാണ് അതൊരു വലിയ പ്രശ്നമായത്. പക്ഷേ പണാപഹരണത്തെ സംബന്ധിച്ച് അതുപോലെ ഗൗരവമായ നിയമവ്യവസ്ഥകൾ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് കാരണം ഇവിടെ സൂചിപ്പിച്ച സമൂഹത്തിലെ സ്വാധീനമുള്ള പ്രസ്ഥാനങ്ങൾ യോജിച്ച് ഇത് ഒരു സാമൂഹ്യ പ്രശ്നം, ഒരു സദാചാര പ്രശ്നമല്ല എന്ന് വരുത്തി തീർക്കുവാനും ഒരു ഭാഗത്ത് ശ്രമിക്കുകയും മറുഭാഗത്ത് ഇത് ഒരു ക്രിമിനൽ കുറ്റമായി നിയമവ്യവസ്ഥയിൽ ഉൾപ്പെടുത്താതിരിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ സമൂഹത്തിൽ ഈ പറഞ്ഞത് രണ്ടും കുറ്റമാണെങ്കിലും ലൈംഗിക പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഉള്ള കുറ്റങ്ങളെക്കാൾ 10,000 മടങ്ങ് രൂക്ഷമായ കുറ്റമാണ് ദശലക്ഷക്കണക്കിന് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് പണം സമാഹരിച്ച് അത് സ്വന്തം കാര്യത്തിന് ഉപയോഗിക്കുന്നു. നിർഭാഗ്യവശാൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതെ, ഗൗരവമായ ചർച്ചകൾ ഉണ്ടാകാതെ, ലൈംഗിക ബന്ധങ്ങളെ സംബന്ധിച്ച് മാത്രം ചർച്ചകൾ നടത്തുന്നത് മലയാളിയുടെ കുടിലമായ സദാചാര ബോധത്തിൻ്റെ ഒരു തെളിവ് മാത്രമല്ല, പണം സമാഹരിക്കുവാൻ, പൊതുജനങ്ങളിൽ നിന്നും പണം സമാഹരിച്ച് സ്വന്തമാക്കുവാൻ താല്പര്യമുള്ള സംഘങ്ങളുടെയും പ്രസ്ഥാനങ്ങളുടെയും സംയുക്തമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായി മലയാളികളുടെ ബോധമണ്ഡലത്തിൽ ഇത് ഹീനമായ കുറ്റം അല്ലാതാക്കി തീർത്തിരിക്കുകയാണ്. അതാണ് രണ്ടാമത്തേതും പ്രധാനമായിട്ടുള്ള കാരണം. ഇതിനെ സംബന്ധിച്ച് ഉള്ള ചർച്ചകൾ സമൂഹത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം.